ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇനി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ചക്കക്കുരു ബാജിയും ചപ്പാത്തിയും. നമ്മൾ കിഴങ്ങ് ബാജി കഴിച്ചിട്ടുണ്ട് അല്ലേ? ചക്കക്കുരു ബാജി ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഇനി ചക്കക്കുരു ബാജി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതുപോലെ ഓരോ ചക്കക്കുരു എടുത്തതിൻ്റെ തൊലി കളഞ്ഞ് 2 കഷ്ണമാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലിടാം. നല്ല വൃത്തിയായിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് വെള്ളത്തിലിടുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരു എടുത്തിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം. ഇതേപോലെ ആക്കിയാൽ മതി, ഒത്തിരി കഷ്ണങ്ങളാക്കണം നിർബന്ധമില്ല. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ചക്കക്കുരു എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അത് വേവുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം. ഞാൻ 1 മണിക്കൂർ മുന്നേ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി നന്നായിട്ട് എന്താ പറയുക കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായി കിട്ടും. കനം കുറച്ച് പരത്തിയെടുക്കാമേ. പൊടി മാക്സിമം കുറച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കരിയും ചപ്പാത്തി. നമ്മൾ വെന്ത് വരുമ്പോഴേക്കും പൊടിയൊക്കെ വല്ലാതെ കരിഞ്ഞു പിടിക്കും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചപ്പാത്തി ചുട്ടെടുക്കാമേ. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അമർത്തി പിടിക്കണേ, ചിലപ്പോൾ വേവ് എത്തത്തില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, നല്ല പൊന്തി വരും. കണ്ട അതേപോലെ ഇനി നമുക്ക് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുക്കാം. സൈഡ് പ്രസ് ചെയ്യാൻ മറക്കരുത്, വേവെത്തത്തില്ല. അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതുപോലെ ചുട്ടെടുക്കാം. ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബാജി തയ്യാറാക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, ആകെ 3 സാധനങ്ങൾ മതി. ഒരു മീഡിയം സൈസ് സവോള വളരെ കനം കുറച്ച് അരിഞ്ഞത് ഒന്ന് പകുതി വഴറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കി 2 ചേരുവകൾ ചേർക്കാം. സവോള പകുതിയോളം വഴന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടോ, ചക്കക്കുരു ഇതുപോലെ വെന്ത് ഉടയണം. നോക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ചത് കുറുകിയിട്ടുണ്ട്. ചക്കക്കുരുക്കെ നല്ല സോഫ്റ്റാണ്.
പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചക്കക്കുരു ബാജിയും ചപ്പാത്തിയും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴല്ലോ. ചക്കക്കുരു നല്ല ടേസ്റ്റാണ്, ബാജി ആക്കിയാൽ നല്ല ഹെൽത്തിയുമാണ്. വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ലാതെ നമ്മുടെ പരിസരങ്ങളിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒന്നാണ് ചക്കക്കുരു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.